നടന്ന സ്ഥലമാണ്. അവിടെയാണ് പോയത്. മീനാക്ഷി പാലത്തിൻ്റെ അടുത്തായിട്ട്. അവിടെ 2 മന്ത്രിമാരവിടെ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ അനിൽകുമാറും കൃഷിമന്ത്രി സിദ്ദിഖ്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ പൊതുമരാമത്ത് മന്ത്രി ബഷീർ കൂടി. ഇവിടെ കണ്ട കാഴ്ച നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണിൽ നല്ല ഭാഗം അവിടെ ഒരു കൂനിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ണ് ആകെ ഒലിച്ചു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതവിടെ ബാക്കിയാവില്ല. നല്ലതുപോലെ അവിടെ കൂനിയായി കിടക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പമുള്ള ഒരു ഭാഗം മണ്ണും മേലെ നിന്ന് വന്ന വെള്ളവും മണ്ണും അതിനോട് ചേർന്നുള്ള എല്ലാം കൂടിയാണ് ഒഴുകിയെത്തിയത്. അതിൻ്റെ കൂടെ ഈ നീക്കിയിട്ട മണ്ണും കൂടി ചേർന്നപ്പോൾ നല്ല ശക്തിയിലൂടെ ഒഴുക്കായി എന്താണ് ഞങ്ങൾ പോയിരുന്നു. ക്യാമ്പിൽ കണ്ട് എല്ലാവരെയും കണ്ടു. അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം, അവർ നേരെ വന്നതാണല്ലോ, സ്ത്രീകളും മറ്റും ഉണ്ട്. അപ്പം അവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒന്ന്, ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സില്ല. വന്ന ഡ്രസ്സുകാർ റെഡിയാണ് ഈ സ്ത്രീകളൊക്കെ. അപ്പം അത്തരം കാര്യങ്ങൾ ഒരു പരാതിയായിട്ട് തന്നെ അവർ ഉന്നയിക്കുകയുണ്ടായി. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ആവശ്യമായ പരിഹാര നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. ക്യാമ്പാകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സാധാരണ ഇവിടെ അറിയാവുന്നതാണ്. അത് ആ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നതിന് നടപടിയെടുക്കണം. ആശുപത്രിയിൽ പോയപ്പോൾ അതിന് മുൻപ്, ഞങ്ങളിവിടെ എത്തുന്നതിന് മുൻപ് ഇന്ന് തന്നെ ഒരു ബോഡി കിട്ടിയിരുന്നു. തുടർന്ന് ഞങ്ങളവിടുന്ന് വന്നതിന് ശേഷം 2ാമത്തെ ബോഡിയും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഇനി നേരത്തെ കണക്കാക്കിയതനുസരിച്ച് 3 ബോഡിയാണ് എനിക്ക് കിട്ടാനുള്ളത്. നേരത്തെ കണക്കാക്കിയതനുസരിച്ചാണ്. 5 പേരെയാണ് കാണാതില്ല എന്ന് പറഞ്ഞു. അതിൽ 3 പേരെയാണ് കാണാൻ ബാക്കിയുള്ളത്. അപ്പോൾ 5 പേരായി ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പരിക്ക് പറ്റിയവരിൽ ആശുപത്രിയിൽ നടന്ന വിവരം 3 ആൾ ICUവിലാണ്. ICUവിലുള്ളവരെ ICUവിൽ പോയി ഞങ്ങൾ കണ്ടിട്ടില്ല. അതിലൊരാളുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ അവിടെ ഉള്ളവരെ കാണുകയുണ്ടായി. വലിയ സാരമായ പരിക്കല്ല, നല്ല രീതിയിൽ പരിഹരിച്ചു വരും നമുക്ക്. ഇതാണ് അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വേർപാടിൽ
ദുഃഖിക്കുന്ന കുടുംബങ്ങളോടൊപ്പം ചേരുകയും അക്കാര്യത്തിലുള്ള അനുശോചനവും ദുഃഖവും അറിയിക്കുകയും ചെയ്യാം. ഇവിടെ ഇനിയും 3 പേരുണ്ട്. അവരെയും കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം അവിടെ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. 2 ദിവസമായി വയനാട്ടിലെ ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇത് ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതായത്? ഇവിടെ പെയ്തത് അതിതീവ്ര മഴയാണ്. ഇത്തരത്തിലൊരു അതിതീവ്ര മഴ ഉണ്ടായിട്ടും അപകട മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നത് അതിലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ദുരന്തമുണ്ടായ ദിവസം ഇവിടെ ഈ സ്ഥലത്ത് 266 മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് പറയുന്നത്. സാധാരണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മാനദണ്ഡപ്രകാരം 244.4 മില്ലിമീറ്ററിന് മുകളിലുള്ളത് അതിതീവ്ര മഴയാണ്. പക്ഷേ ഇവിടെ പുറത്തിറക്കിയ മഴ മുന്നറിയിപ്പിൽ യെല്ലോ അലേർട്ട് മാത്രമേ ഉണ്ടായിരുന്നു. ഇത്രയും തീവ്രമായ മഴ പെയ്തിട്ടും വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഇവിടെ പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന തൊഴിലാളികളുണ്ട്, നാട്ടുകാരുണ്ട്, യാത്രക്കാരുണ്ട്. വയനാട്ടിലാണെങ്കിൽ എല്ലാ സീസണിലും ഇപ്പോൾ നല്ല നിലക്ക് ടൂറിസ്റ്റുകൾ വരുന്ന നിലയാണ്. അപ്പം അങ്ങനെയെല്ലാമുള്ള ഒരു സ്ഥലത്ത് ആളുകളുടെ സുരക്ഷയ്ക്കായി വേണ്ട മുൻകരുതലുകൾ എടുത്തില്ല എന്നതാണ് കാണാൻ കഴിയുന്ന കാര്യം. ഈ ദുരന്തം നടന്നതിന് ശേഷം സർക്കാരും ബന്ധപ്പെട്ടവരുമെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിതീവ്ര മഴ വരാനിടയുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതക്കുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണം. ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ദുരന്തം നടന്നതിന് ശേഷമാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഈ കൂട്ടിയിട്ട മണ്ണിൻ്റെ വലിയൊരു ഭാഗം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് കൂടെ ഈ വെള്ളം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ കൂട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭാഗത്തു കൂടിയാണ് വെള്ളം വരുന്നത്.
മേലെ നിന്നുള്ള ഒഴുക്ക് വരുന്നത്. മറ്റേ ഭാഗത്തുകൂടി കൂടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്യണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും യഥാസമയം മണ്ണ് നീക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജില്ലാ കളക്ടർ അധ്യക്ഷയായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ആ അതോറിറ്റിയുടെ യോഗം ജൂൺ 20 ചേരുന്നുണ്ട്. ഇപ്പോൾ മൺകൂനകളിലുള്ള അതിൽ നിന്നുള്ള മണ്ണിടിച്ചിലിനുള്ള സാധ്യത, മണ്ണൊലിപ്പ്, ചളിയൊഴുക്ക് ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് ഭീഷണിയായി മാറുമെന്നും ആ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അപകടകരമായ രീതിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മണ്ണ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായി നീക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ താൽക്കാലിക സംരക്ഷണ നടപടികൾ എന്ന നിലക്ക് മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും തടയണമെന്നും ഈ യോഗം തുരങ്കപാത നിർമ്മാണ ഏജൻസിക്ക് അതിൻ്റെ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പിലായോ? നടപ്പിലാക്കിയിട്ടില്ല. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിക്കാൻ സർക്കാർ എന്ന നിലക്ക് പ്രത്യേക നടപടികൾ ഇതിനു ശേഷം സ്വീകരിച്ചതായും കാണുന്നില്ല. ഇവിടെ പദ്ധതിയുടെ പൂർണ്ണമായ മേൽനോട്ടം പൊതുമരാമത്ത് വകുപ്പിനാണ്. ജൂൺ 25 പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ PWD ചീഫ് എഞ്ചിനീയർ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥതല ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയും ഈ കൂട്ടിയിട്ട മണ്ണ് ശക്തമായ മഴയിൽ കുത്തിയൊഴുകി അപകടം സംഭവിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും നിർമ്മാണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ ഉറപ്പുവരുത്തേണ്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ മീനാക്ഷി പാലത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്നതും കാണുന്നു. സൈറ്റിൽ പ്രവൃത്തിയുടെ ഭാഗമായി ഉണ്ടാകുന്ന മണ്ണ് സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി മാറ്റണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ദുരന്ത നിവാരണ ആക്ടിൻ്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കാൻ തന്നെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 2 ആഴ്ച സമയമുണ്ടായിട്ട്
ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഈ ദുരന്തം നടന്ന സാഹചര്യത്തിൽ ആ വീഴ്ച ഗൗരവമായി കാണുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടിയിരുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വീഴ്ച വരുത്തുകയാണുണ്ടായത്. മാത്രമല്ല, ഏകോപനത്തിന് വലിയ തോതിലുള്ള തകരാറുകൾ സംഭവിക്കുന്നതായി കാണും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല, വിവിധ വകുപ്പുകളും മന്ത്രിമാരും തമ്മിൽ തന്നെ ഏകോപനത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ കുറവുകൾ കാണും. ഇത് പ്രകൃതി ദുരന്തമല്ല, മണ്ണ് കൂട്ടിയിട്ടതും അത് സമയബന്ധിതമായി മാറ്റാത്തതുമാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ചില ഉന്നതരായ ഉദ്യോഗസ്ഥരും മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയും ഒക്കെ വ്യക്തമാക്കുന്ന നിലയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരമൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നും മഴക്കാലം മഴ രൂക്ഷമായാൽ മണ്ണിടിച്ചിലിന് വഴിവെക്കുമെന്നും 2 ആഴ്ച മുൻപ് തന്നെ യോഗങ്ങളിൽ വിലയിരുത്തിയിട്ടും സർക്കാർ തലത്തിൽ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് കാണേണ്ടത്. ഇത് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയുമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ഏതുതരം വീഴ്ചകളാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ പ്രാപ്തരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, സാങ്കേതിക വിദഗ്ധരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇതിൻ്റെ ഭാഗമായി നടക്കുക എന്നത് പ്രധാനമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ ആളുകളെ, ജനങ്ങളെ, നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കില്ല. അത് ചില ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നുവെന്നാണ് കാണുന്നത്. വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടുത്തെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമായതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ച കാര്യം. തെറ്റായ വസ്തുതകളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതായി കണ്ടത്. ഇവിടെ കാണേണ്ടത് ഈ അപകടം പരിസ്ഥിതി പ്രശ്നം മൂലമുണ്ടായ ഒരു പ്രകൃതി ദുരന്തമല്ല. പാരിസ്ഥിതികമായ ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശമായാലും ഇത്തരത്തിൽ നിർമ്മാണ സമയത്ത് വലിയ തോതിൽ വെട്ടിയെടുത്ത മണ്ണ് ആവശ്യമായ മുൻകരുതലുകളില്ലാതെ കൂട്ടിവെച്ചാൽ സംഭവിക്കാവുന്ന അപകടം അത്
പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. ഈ വീഴ്ച മറക്കാൻ വേണ്ടി, അത് മറച്ചു വെക്കാൻ വേണ്ടി ലഭിച്ച പാരിസ്ഥിതിക അനുമതിയെ വിവാദത്തിലാക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. പാരിസ്ഥിതിക അനുമതി ലഭ്യമായത് ഏതെങ്കിലും തരത്തിൽ സൂത്രപ്പണിയിലൂടെ ലഭ്യമായതല്ല. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പാരിസ്ഥിതികാനുമതി ലഭ്യമായത്. ഇവിടെ 2022 ഇത് സംബന്ധിച്ച പാരിസ്ഥിതികാഘാത പഠനം നടന്നത്. സുതാര്യമായി നടന്ന പഠനമാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ പദ്ധതി ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും 2023 ഡിസംബർ 11, 13 തീയതികളിലായിട്ടാണ് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗ് നടന്നത്. എല്ലാ പഠനവും പൂർത്തീകരിച്ചു. അങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റികൾ പാരിസ്ഥിതികാനുമതി നൽകിയത്. സംസ്ഥാനവും നൽകി, കേന്ദ്രവും നൽകി. അവിടെ തീരുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ചിലര് ഹർജികൾ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2025 ഡിസംബർ 16 വിധി പുറപ്പെടുവിച്ചു. ഈ ആക്ഷേപങ്ങളെല്ലാം തള്ളുകയും നൽകിയ പാരിസ്ഥിതികാനുമതി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊടുത്തു. അവിടെ അപ്പീലായിട്ട് പോയി. അപ്പോൾ 2026 ഏപ്രിൽ 6 സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹൈക്കോടതി വിധി ശരിവെച്ചു. അപ്പോൾ കൃത്യമായ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടന്നതാണ് ഈ കാര്യത്തിൽ. അതിനെയാണ് തീർത്തും കണ്ടില്ലെന്നടിച്ചുകൊണ്ട് ലാഘവത്തോടെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന നിലയുണ്ടായി. ഇത് തീർത്തും നിർഭാഗ്യകരമായ ഒരു സമീപനമാണ്. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുത്തു എന്ന തരത്തിലുള്ള ആരോപണം ഉയരുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയോടുള്ള ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിശോധിച്ച കാര്യത്തിൽ ആ കോടതികളോടുള്ള അവഹേളനം കൂടിയാണ് എന്നതാണ് കാണേണ്ടത്. അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണേണ്ട വിഷയങ്ങളിൽ മന്ത്രിമാര് ഏകോപനമില്ലാതെയും പരസ്പര വിരുദ്ധമായും സംസാരിക്കുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ പലരെയും വഴിയാരി മന്ത്രിമാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നത് നാം കാണുകയാണ്. ഉന്നതതല യോഗമാണ് മണ്ണ് നീക്കാൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ആരാണ് ഏകപക്ഷീയമായി തീരുമാനം മാറ്റിയത്? ഇത്തരം കാര്യങ്ങൾ വ്യക്തമാവേണ്ടതായിട്ടുണ്ട്. ഇവിടെ
തുരങ്കപാത അത് ഒരു ജനതയുടെ ആകെ വലിയ പ്രതീക്ഷയും അഭിലാഷവുമായി മാറിയ കാര്യമാണ്. കേരളത്തിൻ്റെ ടൂറിസം വാണിജ്യ മേഖലകളിൽ അനന്ത സാധ്യതകൾ തുറക്കുന്ന ഒന്നാണ് വയനാട് തുരങ്കപാത പദ്ധതി. കൃത്യമായ ആസൂത്രണത്തോടും മുൻകരുതലോടും കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. 8.73 കിലോമീറ്റർ ഇരട്ടപ്പാത, ലോകത്തിലെ തന്നെ രണ്ടാമത്തെ നീളമേറിയ ട്വിൻ ട്യൂബ് ടണലാണ്. കിഫ്ബി വഴി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ മതിപ്പ് ചെലവ് 2143 കോടി രൂപയാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർവഹണ ഏജൻസിയായി ദിലീപ് ബിൽകോണിനെ കരാറുകാരായി നിശ്ചയിച്ചത് വ്യവസ്ഥാപിത മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ്. പദ്ധതിയുടെ നിർമ്മാണ മേൽനോട്ടം ഏറ്റെടുത്ത കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിരവധി ടണലുകളും പാലങ്ങളുമുള്ള 750 കിലോമീറ്റർ റെയിൽപാത നിർമ്മിച്ച അനുഭവ സമ്പത്തുള്ള ഏജൻസിയാണ്. വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലേക്ക് 35 കിലോമീറ്റർ ദൂരവും 1.5 മണിക്കൂർ സമയവും ലാഭിക്കാനാവും. നിലവിലെ ചുരം വഴിയുള്ള യാത്രാക്ലേശം പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും ചെയ്യും.